ഉമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി എനിക്കാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടർക്കിഷ് ചിക്കനാണ്. അപ്പോൾ അതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാൻ നല്ലത്. എൻ്റെ കയ്യിലും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ചെടുക്കുകയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചതും കുറച്ച് തൈരും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇനി ചതച്ച് വെച്ച ആ മിക്സും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് മറ്റേ മസാല ഒക്കെ ഇടുമ്പോൾ ഇട്ടാൽ മതി, ഞാൻ മറന്നു പോയതാണ്. ഇനി ഇത് കുറച്ച് ഓയിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. അധികം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതാ നമുക്ക് അതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്, അതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ വഴറ്റിയെടുക്കുക. അങ്ങനെ വെളുത്തുള്ളീൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ് പാലും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടല്ലാതൊന്ന് ക്രീമി ആക്കി എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കുറുകി വന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടാതെ നോക്കണേ, ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട പിടിച്ചു പോവും. അങ്ങനെതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇല്ലേ അതിൻ്റെ മേലിലൂടെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് ഈ ഒരു കട്ടി മതി കേട്ടോ. അധികം കുറുകി പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് ചൂടാറുമ്പോൾ വീണ്ടും നന്നായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. അതായത് ചിക്കനെ മേലെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ചീസിൻ്റെ സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മേലെ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ആർഭാടത്തിന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.